നമസ്കാരം. നമ്മൾ ഒരുപാട് ഇൻ്റർവ്യൂകൾ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസിനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലും നമ്മൾ ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് ഇൻ്റർവ്യൂസ് നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇന്ന് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ കാണാം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സ്നേഹക്കൂട്ടിലെ തങ്കമ്മ അമ്മച്ചിയാണ്. അപ്പം സെലിബ്രിറ്റീസ് സ്നേഹക്കൂട്ടിലുമുണ്ട് കേട്ടോ. നമ്മുടെ ഈ തങ്കമ്മ അമ്മച്ചി ഒരുപാട് റീൽസിലൊക്കെ അഭിനയിച്ചിട്ട് ഭയങ്കര ഫേമസ് ആയ അല്ലെ ഭയങ്കര വൈറലായ ഒരു അമ്മയാണ്. അപ്പം തങ്കമ്മയുടെ ജീവിത അനുഭവങ്ങൾ കൂടി നമുക്ക് ചെറുതായിട്ട് ഒന്ന് കടന്നു പോകാം. നമസ്കാരം. അമ്മ ഇപ്പം സ്നേഹക്കൂട്ടി വന്നിട്ട് 2 വർഷത്തോളം അല്ലേ? അമ്മയ്ക്ക് വീട്ടിലെ ഓരോ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങൾ മൂലമാണല്ലോ അമ്മ സ്നേഹക്കൂട്ടിലേക്ക് എത്താനായിട്ട് കാരണം. അപ്പോൾ അമ്മയുടെ ആ പഴയ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കൂട്ടുകുടുംബങ്ങളൊന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് അല്ലേ? കാരണം മുൻപുള്ള കാലങ്ങളിലൊക്കെ ഒരുപാട് കൂട്ടുകുടുംബങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ കൂട്ടുകുടുംബങ്ങളില്ല. അമ്മയുടെ ആ പഴയ കാലഘട്ടത്തിൽ അമ്മയുടെ കുടുംബത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്കൊന്ന് അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അമ്മയ്ക്കൊന്ന് ഷെയർ ചെയ്യാം. എൻ്റെ വീട്ടിൽ ചേച്ചി, ചേട്ടൻ, 2 ചേട്ടത്തിമാരും 2 ചേട്ടന്മാരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും ഞങ്ങൾ 3 മക്കളും വേറെ ഉണ്ട്. എല്ലാവരും ഒന്നിച്ച് തന്നെയായിരുന്നു കഴിഞ്ഞു കൂടിക്കൊണ്ടിരുന്നത്. ഇടക്കാലം കൊണ്ട് ചേട്ടത്തിമാരെ 2 പേരെയും വിവാഹം ചെയ്ത് അയച്ചു കഴിഞ്ഞും ഞങ്ങൾ 3 മക്കളും അച്ഛനും അമ്മയും ആയിട്ട് തന്നെയാണ് ജീവിച്ചു വന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് പ്രായമായപ്പം എൻ്റെ 19ാമത്തെ വയസ്സിൽ എന്നെ കെട്ടിച്ചു വിട്ടു. പിന്നെ ആങ്ങളെയും അനിയത്തിയായിട്ട് ജീവിക്കുകയായിരുന്നു അച്ഛനും അമ്മയായിട്ട്. ഈ അമ്മയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഭർത്താവ് മരിച്ചെങ്കിലും അവരുടെ സപ്പോർട്ട് ഈ കുഞ്ഞുങ്ങളെ വളർത്താനും അല്ലെ അമ്മയ്ക്ക് സപ്പോർട്ടായിട്ട് അവർ നിന്നിരുന്നു? അങ്ങനെയുള്ള സപ്പോർട്ടുകളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ വേറെ എടുത്തു ആ രീതിയിൽ കൂടെ വന്ന് എൻ്റെ കൊച്ചുങ്ങളെ ഞാൻ വളർത്തി പോകുന്നു. അമ്മ ആ വീട്ടിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. അപ്പം അവിടെ തന്നെ അമ്മ ജോലി ചെയ്ത് ഈ കുഞ്ഞുങ്ങളെ വളർത്തി അവരുടെ ഒന്നും സപ്പോർട്ട് ഇല്ലാതെ തന്നെ ജീവിച്ചു. അതിനിടയ്ക്ക് എൻ്റെ ആങ്ങളെ വന്നു, 2ാമത്തെ ആങ്ങളെ വന്നിട്ട് പറഞ്ഞു, എടി ഞാൻ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിക്കോളാം, നിന്നെ ഞാൻ കെട്ടിച്ചിടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് പറഞ്ഞതേ പറയാവൂ, ഇനിയും മേലെ എന്നോട് പറയരുത്. എന്താന്ന് ചോദിച്ചാൽ ഞാൻ പോയി ഒന്ന് കെട്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് സങ്കടമായിരിക്കും. എൻ്റെ കുഞ്ഞുങ്ങളെ ആര് വളർത്തി, ആര് സഹകരിച്ചു എന്നുള്ളത് എനിക്കറിയാൻ പറ്റും. ഞാൻ തന്നെ വളർത്തിക്കോളാന്ന് പറഞ്ഞു. അപ്പം ആ 3 കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിക്കും അമ്മയുടെ ജീവിതത്തിൻ്റെ എന്താണ് ഒന്നും ജീവിതത്തിൻ്റെ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ അമ്മയ്ക്കായിട്ട് ജീവിച്ചുള്ളൂ. ബാക്കി മുഴുവൻ അമ്മ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ച ആളാണ്. അപ്പോൾ വീട്ടിൽ നിന്നും ആ ഒരു സാഹചര്യത്തിൽ അമ്മ പോന്നു. ഇനി ഇവിടെ വന്നതിന് ശേഷം സ്നേഹക്കൂട്ടിലെത്തിയതിന് ശേഷം അമ്മയ്ക്കുണ്ടായ മാറ്റങ്ങൾ അല്ലെങ്കിൽ അമ്മയ്ക്കത് സന്തോഷമാണോ? ഇവിടെ എത്തിയിട്ട് സന്തോഷമാണോ? അതോ വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് അമ്മ വിഷമിക്കാറുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത്. എനിക്ക് സന്തോഷമേ ഉണ്ടായിട്ടുള്ളൂ ഇന്ന് വരെ. പിന്നെ ഞാൻ വന്നതിന് ശേഷം എനിക്ക് നിങ്ങൾ പാട്ടുകൾ പഠിപ്പിച്ചു, ഡാൻസുകൾ പഠിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ ഇതിനു മുമ്പ് അതൊന്നും ചെയ്തിട്ടുള്ള ആളല്ല. എനിക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പം വീണ്ടും ചെയ്യണമെന്നുള്ള സന്തോഷം എനിക്കിപ്പോഴും ഉണ്ട്. അതിന് തുള്ളാനും ചാടാനും ഒക്കെ ഞാൻ കയറി വന്ന് ചാടുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അമ്മ അപ്പം ഇവിടെ വന്ന ശേഷം കുറേ റീൽസിലൊക്കെ അഭിനയിച്ചു. അമ്മയുടെ ഒരുപാട് നല്ല റീൽസുകൾ നമ്മൾ കണ്ടു. ശരിക്കും പ്രായത്തെ വെല്ലുന്ന അഭിനയം അമ്മ പല റീൽസിലും കാഴ്ചവെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് നമ്മുടെ നാഗവല്ലിയുടെയൊക്കെ ആ വീഡിയോ ഒക്കെ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ട് മഞ്ജു വാര്യരുടെ വേഷം അമ്മ അല്ലേ നല്ല ഭംഗിയായിട്ട് മഞ്ജു വാര്യരുടെ വേഷങ്ങൾ ചെയ്തു. അപ്പം മഞ്ജു വാര്യരുടെ വേഷമൊക്കെ ചെയ്തപ്പോഴൊക്കെ എന്നാ സന്തോഷമായിരുന്നു. അപ്പോൾ ഇനിയും കൂടുതൽ അഭിനയിക്കാനൊക്കെ ഉള്ളൊരു താല്പര്യമുണ്ട്. അവസരം കിട്ടിയാൽ ഇനിയും ചെയ്യാം. ഇനി ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം അല്ലേ? അമ്മയ്ക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയാൽ പോകും. സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിക്കഴിയുമ്പോൾ സ്നേഹക്കൂട്ടിൽ അങ്ങ് പോകും. വിടുകയില്ല. അപ്പോൾ അമ്മ പറയുന്നത് സ്നേഹക്കൂട്ടിൽ നിന്ന് സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയാലും പോകില്ലെന്നാണ് പറയുന്നത്. എന്താണല്ലോ ഇവരിലൊക്കെ ഇത്രയും കഴിവുകളുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞത് ശരിക്കും ഈ പ്രായത്തിലായിരിക്കും അവർക്ക് ജീവിതത്തിൽ സക്സസ് ആകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ 10 വർഷത്തിൽ ഭർത്താവ് മരിച്ചതിന് ശേഷം 3 മക്കളെ കൂലിപ്പണി എടുത്തൊക്കെ വളർത്തി വലുതാക്കിയതിന് ശേഷം പിന്നെ ഇവിടേക്ക് എത്തിച്ചേരാനും ഇവിടെ വന്നതിന് ശേഷം സന്തോഷം അനുഭവിക്കാനും അല്ലേ ഇവിടെ ആടാനും പാടാനും ഒക്കെ ഉള്ള ശേഷം നടന്നത്. അമ്മയ്ക്ക്
മക്കളെ കാണാത്തതിലുള്ള വിഷമം എപ്പോഴെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ട്? മനസ്സിൽ തോന്നിയിട്ടില്ല. ഞാൻ വന്നിട്ട് ഇവിടെ 3 മക്കൾ എനിക്കുണ്ട്. അവരെ ഒന്ന് നിഷാമോളും ഒന്ന് കണ്ണമ്മോനും ഒന്ന് ആശുമോളും ഉണ്ട്. എനിക്ക് അവരോട് ഒത്ത് സന്തോഷമായിട്ട് ജീവിച്ചു പോകാനാണ് എനിക്ക് താല്പര്യം. ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഗുരുമാടിൽ പോയി, ഹൗസ് ബോട്ടിൽ പോയി, പിന്നെ ഗുരുവായൂർ പോയി. ഇവിടെ പല സ്ഥലങ്ങളിലും സിനിമ കണ്ടു. അങ്ങനെ എനിക്ക് സിനിമയൊക്കെ കാണാൻ വളരെ ആഗ്രഹങ്ങളായിരുന്നു പഴയ കാലത്ത്. അന്നൊന്നും എനിക്ക് സാധിച്ചിട്ടില്ല. ഈ സ്നേഹക്കുട്ടി വന്നതിന് ശേഷമാണ് ഈ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചിരിക്കുന്നത്. അമ്മ സിനിമ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അമ്മ സിനിമ കാണാൻ പോകാനൊരു അവസരം കിട്ടിയിട്ടുണ്ടോ? ഇല്ല, അവസരം കിട്ടിയിട്ടില്ല. ഈ ടിവിയിലൊക്കെ കണ്ടിട്ടുള്ള സിനിമകളെ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ സ്നേഹക്കൂട്ടിലെത്തിയതിനു ശേഷമാണ് അമ്മ സ്നേഹക്കൂട്ടിലെത്തിയതിന് ശേഷമാണ് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത്. അപ്പം ഒരുപാട് അമ്മയുടെ ജീവിതത്തിൽ അമ്മയ്ക്ക് നടക്കാൻ പറ്റാത്ത, അല്ലെ അമ്മയുടെ ജീവിതത്തിൽ ഉടനീളം അമ്മയ്ക്ക് നടക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ സ്നേഹക്കുട്ടി വന്നതിന് ശേഷം എല്ലാം സാധിക്കാൻ പറ്റി അല്ലേ? അമ്മയുടെ ജീവിതത്തിൽ ഇനി ഒരു ആഗ്രഹം, മിച്ചമുള്ള എന്തെങ്കിലും ആഗ്രഹം എന്ന് പറയാം അമ്മങ്കടം തുള്ളണമെന്നുള്ളതാണ്. അമ്മങ്കടം തുള്ളണം. ഞാനിനി അമ്മങ്കടം കാണിക്കണം, അതൊന്ന് പഠിപ്പിക്കണം. അപ്പൊ മിക്കവാറും ഞാനിനി അമ്മങ്കടം തുള്ളൽ പഠിക്കേണ്ടി വരും. ഇവരെയൊക്കെ പഠിപ്പിക്കണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് രണ്ടുപേർ കൂടി ഇനി അമ്മങ്കടം ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് അമ്മങ്കടം കൂടെ തുള്ളാം. അപ്പൊ ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ അവസാനം അല്ലെ ഏകദേശം സാധിച്ചു തരികയാണ്. നമ്മളൊക്കെ ഓരോ മതത്തിൽ ജീവിക്കുന്നു, മതത്തിൽ വിശ്വസിക്കുന്നു. അങ്ങനെ എൻ്റെ മതാചാര പ്രകാരം എന്നെ അടക്കം ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം വിചാരങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. എന്റെ മക്കളുടെ വീടുകളിൽ എങ്ങും കൊണ്ടുപോയി അടക്കരുത്. എന്നെ കോട്ടയത്തുള്ള നമ്മളെ പൊതുശ്മശാനത്തിൽ അടയ്ക്കാൻ മതി. അതാണ് ഞാൻ മക്കളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മണ്ണിലൊന്നും എന്നെ അടക്കണ്ട. എന്നെ അടക്കുന്നത് കോട്ടയത്തുകൊണ്ട് കത്തിച്ച് കളഞ്ഞാൽ. അമ്മയുടെ അവസാന ആഗ്രഹമായിട്ടുള്ള ഇനി അമ്മങ്കുടം തുള്ളല് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, നമുക്ക് പഠിക്കാം അല്ലെ? അതുകൂടെ നമുക്ക് ചെയ്യാം. ഇപ്പൊ അമ്പലങ്ങളിലൊക്കെ കുറെ പോയി അമ്മ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിച്ചു അല്ലേ? അപ്പൊ നമ്മളൊരു എന്താ കലാകാരിയൊന്നും അല്ലാതിരുന്നിട്ടും ഓച്ചിറ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് അമ്പലങ്ങളിലൊക്കെ പോയിട്ട് നമുക്ക് പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റി. ഒരുപാട് വേദികളിൽ അല്ലേ അവതരിപ്പിക്കാൻ പറ്റി. അതൊക്കെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. കാരണം ഈ ഒരു പ്രായത്തിൽ ഒരു കലയെ എന്താണ് അവതരിപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ അല്ലേ, അവസരങ്ങൾ അത് ദൈവത്തിലെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനിയും കിട്ടണമെന്നുള്ളതാണ് ആഗ്രഹം. അപ്പൊ തീർച്ചയായിട്ടും ഇനി ഒരുപാട് അവസരങ്ങൾ എന്താണ് വന്നു ചേരട്ടെ നമ്മെ ആഗ്രഹിക്കുന്ന പോലെ അമ്മയൊക്കെ കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും അനുഗ്രഹിക്കട്ടെ എന്നും അപ്പം അതും നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? അതിനുള്ളൊരു അവസരം നമുക്ക് തീർച്ചയായിട്ടും അവസരങ്ങൾ കിട്ടണമല്ലോ. അപ്പം നമുക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടട്ടെ എന്നും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങൾ കുറച്ച് നേരം നിങ്ങൾക്കൊപ്പം ചെലവിട്ടത് നമ്മുടെ സ്നേഹക്കൂട്ടിലെ തങ്കമ്മയുമായിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഏവർക്കും ചെറിയ രീതിയിലുള്ള അമ്മയുടെ ഈ ജീവിത അനുഭവങ്ങളിൽ കൂടിയുള്ള ഒരു യാത്രയൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്ത ഒരമ്മയോ ഒരച്ഛനോ ആയിട്ട് വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും.